ഗൈസ് വെൽക്കം ബാക്ക് ടു കോമസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളെ വീണ്ടും ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ നമ്മൾ വന്ന് നിസാമക്കയുടെ അവിടെയൊക്കെ ഫിഷിങ് നടത്തി നല്ലൊരു വരാലിനെയും ചേറിനെയും പിന്നെ അതുപോലെ നല്ലൊരു മാംഗ്രോ സ്നാപ്പറിനെയും പിടിച്ച്. അപ്പോൾ ഇപ്പം ഇനി നമ്മൾ അമേരിക്ക തന്നെയാണ്. ഇവിടെ ഒരു ക്രീക്കിലാണ്. അപ്പോൾ പണ്ട് വന്നൊരു ക്രീക്കാണ്, പക്ഷേ ഇവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ലൂറ് മാത്രമേ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ക്രീക്കിൻ്റെ ഒരു എന്തുവാണ് ഫിഷിംഗ് റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെയാണ് മീൻ പിടിക്കാൻ തന്നെ കേട്ടോ, ജെസി എച്ച് ജോൺസ് പാർക്ക്. അപ്പോൾ യു ആർ ഹിയർ. നമ്മളിപ്പോൾ ഇവിടെയാണ്. നമുക്കിനിയിപ്പം ഈ ഒരു ഏരിയയിലോട്ട് വല്ല ഈ ജീയുടെ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ പോകാം നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് കല്ല് കൂടിയ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്രീക്ക്. തോടെന്ന് പറയാം, അല്ലെങ്കിൽ പുഴയെന്ന് പറയാം. വലിയ ആഴമില്ല, വെള്ളം കുറവാണ്. അപ്പോൾ ഇവിടേക്ക് എന്തെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെയല്ല വന്നത്, വേറെ സ്ഥലത്താണ് വന്നത്. അപ്പുറത്തെ സ്ഥലത്ത് വന്ന് അവിടെയാണ് മീൻ പിടിച്ചത്, പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇതൊരു കാടിനകത്തോട്ടോ, നിങ്ങൾക്ക് കാണാം. ഭയങ്കര ഒരു കാടിനകത്ത്. അപ്പോൾ അതിലൂടെ കയറിയാണ് നമ്മളിവിടെ വന്നത്. അപ്പം ഞാൻ പോകാൻ പോണത് അപ്പുറത്തെ സൈഡിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കാഴ്ച. നമ്മുടെ സ്പിന്നർ ഇടാൻ പോകുന്നത് ഒരു പിങ്ക് കളറുള്ള സ്പിന്നർ കേട്ടോ നമ്മളിടുന്നത്. എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഇവിടുത്തെ ശാപം അവസാനിപ്പിച്ചു കേട്ടോ. നമുക്കൊരു ഫിഷിനെ കിട്ടി. അയ്യോ, ചെറിയ മീനെ പിടിക്കാൻ നോക്കിയിട്ട് ഒരു വലിയ ക്യാറ്റ് ഫിഷ് കിട്ടി. വേണ്ടായിരുന്ന സാധനം കിട്ടിയത്. വേണ്ട, വിട്ടലിനെ അടിച്ച് വെച്ചേക്കണ. ഞാനൊരു കുഞ്ഞ് പള്ളത്തിൽ വല്ലുള്ള സാധനം നമ്മുടെ ബ്ലോഗിൽ നിന്നാണ്. അതിനെ പിടിക്കാണ്ട് ശ്രമിച്ചു, പക്ഷേ ഇവൻ വന്ന് പിടിച്ചു. ഓക്കെ, നമുക്ക് 2-3 വിട്ടലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാറ്റ് ഫിഷ് വേണ്ട പ്ലീസ്, നോ മോർ ക്യാറ്റ് ഫിഷ്. അപ്പോൾ ഗായ്സ്, ഈ പ്രാവശ്യം അവൻ പരാജയമായിരുന്നു ഗായ്സ്. പരാജയം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് 2 മീനെ കിട്ടി, 2 ക്യാറ്റ് ഫിഷ്. അതായത് നമ്മുടെ കാരി അല്ലെങ്കിൽ കൂരി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി. അത് രണ്ടും ഒരെണ്ണം ഒരു സൈസുള്ളതായിരുന്നു. സൈസ് എന്ന് പറയാനായിട്ട് ഇതിനും വലിയ സൈസൊക്കെ ആകുന്നതാണ്. 10-20-30 കിലോ ഒക്കെ ആകുന്നതാണ്. എനിക്ക് കിട്ടിയത് ഒരു 1 കിലോ പോലെ അടുത്തുള്ളതല്ല കേട്ടോ. എനിക്ക് കിട്ടിയത് ഒരു 1/2 കിലോ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായിരുന്നു. പിന്നെ അതിനേക്കാൾ ഒരു ചെറുത്, ഒരു ബേബീനെ. അപ്പം 1/2 കിലോ ഉള്ള ഞാൻ തിരിച്ചു വിട്ട്. പിന്നെ വേറെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ആ ചെറുതിനെ ഞാൻ ആക്ച്വലി ബെയ്റ്റായിട്ട് യൂസ് ചെയ്തു. അതിനെ കണ്ടിച്ചിട്ട് ഒരു ഹുക്കയിലിട്ടിട്ട് വിട്ട്. അത് ആക്ച്വലി ഒരു മീൻ പിടിക്കുകയും ചെയ്തതാണ്, പക്ഷേ ആ മീൻ നമുക്ക് കിട്ടിയില്ല. നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ച് പോയ ഗാറിനെയാണ് ആക്ച്വലി. അത് ഗാറായിരുന്നു തോന്നുന്നു. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഈ ബെയ്റ്റ് ഇട്ടിട്ടൊന്നും എടുത്തില്ല. ഒരു പ്രാവശ്യം ഇട്ടപ്പോഴേക്കും അത് നല്ലപോലെ താന്നു പോയി. നമ്മുടെ ഇത് ബോബർ എന്ന് പറയുന്ന സാധനം, നമ്മുടെ എന്തുവാണേ ഈ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതുണ്ടല്ലോ, അത് ബോബർ. അപ്പം ബോബർ നല്ലപോലെ താന്നു പോയി. ബോബർ ഞാൻ കണ്ടില്ല. ഒരു 2-3 മിനിറ്റ്, ഒരു 2-3 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിനകത്തൊക്കെ ഞാൻ ബോബർ കണ്ടില്ല. ബോബർ നല്ല താന്നു പോയായിരുന്നു, എടുത്തുകൊണ്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതൊക്കെ ബോബർ പൊങ്ങി വന്നു. പക്ഷേ ബോബർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമായിരുന്നു ഇത് അവൻ്റെയിലുണ്ട്. അപ്പോൾ സാധാരണ ഈ ഗാറിനെ നമ്മൾ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണേ, അതിനെ റൺ ചെയ്യണം. അതായത് അവന് ബെയ്റ്റ് ആയി പിടിച്ചുകൊണ്ട് പോവുള്ളൂ. ഈ ഗാറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഗാറെന്ന് പറയുന്നത് ആലഗേറ്റർ കാരെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ മുതലേനെ പോലെയുള്ള മീൻ. അപ്പോൾ ആലഗേറ്റർ കാറിനൊരു 2-3 വെറൈറ്റി ഉണ്ട് ഇവിടെ. അതായത് ആലഗേറ്റർ കാരെന്ന് പറഞ്ഞ് ഒരു വലുതും, അത് ഭയങ്കര ഒരു 10-100 കിലോയൊക്കെ ആകുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ വേറെ 2-3 ചെറിയ വെറൈറ്റി ഉണ്ട്. അതായത് സ്പോട്ടഡ് കാർ. അതായത് സ്പോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊത്ത് ഒത്തിരി ഉള്ള, അത് പക്ഷേ ഇത്രയും വലുതായില്ല. എന്നാലും ഒരു
10-25-50 കിലോ ഒക്കെ കിട്ടും ആകും. പിന്നെ അതുപോലെ തന്നെ ലോങ് നോസ്ഡ് ഗാർ എന്നാണ് പറഞ്ഞത്. അത് ഒത്തിരി നീളമുണ്ട് അതിൻ്റെ ഈ മറ്റേ ഈ മുതലാട കൊള്ളൽ ചുണ്ടിന് ഒത്തിരി നീളമുണ്ട്. അങ്ങനെയാണ് ലോങ് നോസ് ഗാർ എന്നാണ്. അപ്പോൾ അതിനും ഒരു 10-15 കിലോ ഒക്കെ വരുന്നതാണ്. പിന്നെ ഷോർട്ട് നോസ് ഗാർ, ചെറിയ ചുണ്ടുള്ള കാറാണ്, അതും ഇങ്ങനെ 10-15 കിലോ ഒക്കെ വരുന്നത്. അങ്ങനെ 3-4 വെറൈറ്റി എങ്ങനെ ഉണ്ടെന്ന് എനിക്കാണ്. ഇനി എതൊക്കെയുള്ളതെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത് ഇപ്പം 3-4 വെറൈറ്റിയും കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 കാണും, അല്ലെങ്കിൽ 3 കാണും, എന്താ തരത്തില്ല. പക്ഷേ സംഭവം ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം ഈ മറ്റേ വെള്ളത്തിൽ നല്ലപോലെ ശക്തിയായിട്ട് ഇങ്ങനെ അടിക്കുന്ന മറ്റേ മീനുകളൊക്കെ പിടിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇതിനെ പിടിക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വൺസ് ബെയ്റ്റ് ഇതിൻ്റെ മൗത്തിൽ അല്ലെ വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുള്ളൂ. അപ്പോൾ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഹുക്ക് വിട്ട് കൊടുക്കണം, ഈ ചൂണ്ട റെയിൽ വിട്ട് കൊടുക്കണം. കാരണം ഇവന് അന്നേരം തിന്നിയല്ല, അങ്ങനെ ജസ്റ്റ് നമ്മുടെ സൈഡിൽ നമ്മൾ പല്ലിന് സൈഡിൽ വെച്ച് കൊണ്ടുപോകണമല്ലോ കൊണ്ടുവച്ച് ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആശാൻ തിന്നുന്നത്. അപ്പം അങ്ങനെ വിട്ടു കൊടുക്കണതാണ്. അപ്പം ഞാൻ അങ്ങനെ കുറേ വിട്ടു കൊടുത്ത് അത് കഴിഞ്ഞ് എനിക്ക് തോന്നണേ ഈ ഒഴുക്കിനെതിരെ ആശാൻ പോയപ്പോഴേക്കും പറഞ്ഞോളെ ലൈൻ എന്തോ ഇതുണ്ട്. അപ്പോൾ ഇത് പിടിക്കാനുള്ള പരിപാടി ഒന്ന് മനസ്സിലാക്കി കാണാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് വിട്ട് കളഞ്ഞു, വായിന്ന് എടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ വലിച്ചപ്പോഴേക്കും സാധനം വായിന്ന് പോയായിരുന്നു. പക്ഷെ ബെയ്റ്റാണ് തിന്നുമില്ല, ബെയ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ഗാറായിരിക്കും. കാരണം വേറെ മീനുകളൊക്കെ ആണെങ്കിൽ ബെയ്റ്റ് എടുത്ത് വായിലിടുകയോ, അപ്പം ക്യാറ്റ് ഫിഷ് ആണെങ്കിൽ ക്യാറ്റ് ഫിഷിനൊക്കെ വരുന്നതാണെങ്കിൽ അത് വായിലിടുക്കും, അല്ലെങ്കിൽ ഇപ്പം ആമയാണെങ്കിൽ കടിച്ചു പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഇത് പക്ഷേ ഗാറായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും അത് കിട്ടിയില്ല. പക്ഷെ അതൊരു നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഒരു ക്രീക്കിൽ എന്തായാലും നമ്മൾ ഇത് വിട്ട് വരല്ലേ, ലൂറുമായിട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം ലൂറ് ഇട്ട് പാടാണ് ഇവിടെ കിട്ടാൻ. ഞാൻ പല ടൈപ്പിലുള്ള ലൂറ് ചെയ്തു, പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിര കൊണ്ടുവന്നിട്ട് ചെറിയ മീനെ പിടിക്കുക. ഒന്നെങ്കിൽ മണ്ണിരെ കൊണ്ടുവന്നിട്ട് ചെറിയ മീനെ പിടിക്കുക. പക്ഷേ ചെറിയ മീൻ എനിക്കൊന്നും കിട്ടിയില്ല, അതാണ് ഏറ്റവും വലിയൊരു ഇത്. കാരണം ഞാൻ സാധാരണ വീട്ടിലേക്ക് ഇടുമ്പോഴേക്കും ചെറിയ മീൻ കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയ മീനെ കിട്ടിയില്ല. അല്ലെങ്കിൽ വല കൊണ്ടുവന്നിട്ട് വല വീശിയിട്ട് ചെറിയ മീനെ പിടിക്കുക, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അതിനെ ഇട്ട് കൊടുക്കും. അതിനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും നല്ലതായാലും. ഈ പ്രാവശ്യവും പരാജയം എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ ഉദ്ദേശിച്ച് വന്ന പോലെ നടന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വലിയ മീനെ പിടിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ നമ്മളത് പിന്മാറുന്ന ഫീരത്വമല്ലേ, ഒരിക്കലും പിന്മാറുന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വരും ഇവിടെ. അന്ന് പ്രിപ്പയർ ആയിട്ട് വരുള്ളൂ. അന്ന് ഉറപ്പായിട്ടും അന്ന് ഏതായാലും ഈ ചെറിയ ചൂണ്ടയായിട്ട് വരുന്ന പരിപാടി നിർത്തി. അന്ന് ഏതായാലും ഹെവി സ്റ്റഫായിട്ട് വരുന്നുള്ളൂ. അന്ന് ഏതായാലും എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്തിരി കൂടിയ റീലും പറ്റുമെങ്കിൽ 1-2 ലീഡർ ലൈൻ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും കട്ടിയുള്ള ലീഡർ ലൈനായിട്ടേ വരുള്ളൂ. വയറിൻ്റെ സ്റ്റീൽ വയറിൻ്റെ ലീഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം ഗൈസ്. കാരണം തോറ്റ് പിന്മാറാൻ ശ്രമിക്കുന്നില്ല. ഇനി ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് റോഡുമായിട്ട് വരും, 2 വലിയ റോഡുമായിട്ട് വരും. അതിനകത്ത് ഒരെണ്ണം ബോബർ ഇട്ടിട്ട് വിടും, ഒരെണ്ണം ബോബർ ഇല്ലാതെ താഴത്ത് പോകുന്ന രീതിയിലും. അപ്പം ഒരെണ്ണത്തെ പറ്റുമെങ്കിൽ ക്യാറ്റ് ഫിഷിനെ പിടിക്കാം, മറ്റേനെ രണ്ടും ഇപ്പം മറ്റേത് കാറ് അടിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാനുള്ള രീതിയല്ല. അപ്പോൾ എന്തുമായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജിത്തിൻ സൈനിങ് ഔട്ട്.